ഗൈസ് ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ള നിങ്ങളുടെ തംബ്ലെയിനും കാരണം കണ്ടുപോലെ തന്നെ ഗൈസ് ഇന്ന് ഞാൻ വന്നിട്ടുള്ള ചെറിയ റോസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പം ഇന്നത്തെ റോസ്റ്റിംഗ് വീഡിയോ നമ്മൾ വേറൊന്നുമല്ല, ടിക്ടോക്കിലുള്ള എനിക്കറിയാന്നുള്ളവരും പിന്നെ അതുപോലെ നിങ്ങൾക്ക് അറിയാന്നുള്ളവരും എല്ലാവരുമായിട്ട് ഞാൻ ഇന്ന് റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അപ്പൊ ഈ ഒരു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തലേക്ക് പൊട്ടിക്കുക. എന്നാലേ ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. സോ ഗൈസ് നമുക്ക് പോവാം, ലെറ്റ്സ് റോ. നമുക്ക് ഫസ്റ്റ് വീഡിയോയിലോട്ട് തന്നെ പോവാം. ഫസ്റ്റ് റോസ്റ്റിംഗ് വീഡിയോ. അയ്യോ ഗൈസ്, പാവം ചെറുക്കൻ അവിടെ ഉറയും കിടന്നപ്പോ തന്നെ പെട്ടെന്ന് ഈ എന്ന് കേട്ടപ്പോ തന്നെ ചെറുക്കൻ പെട്ടെന്ന് നെറ്റി അടിച്ചു ഗൈസ്. പിന്നെ എന്തിനാണ് ടിക്ടോക്ക് ഇടുന്നത്? ആ ആക്ടിങ് കണ്ട ഗൈസ്, നിങ്ങൾ ആക്ടിങ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത്രയൊക്കെ ഉള്ളൂ. ജസ്റ്റ് ഫുൾ വീഡിയോ നിങ്ങൾ വാച്ച് ഔട്ട് ചെയ്യാ ഗൈസ്. അപ്പൊ ഗൈസ് ഫസ്റ്റ് റോസ്റ്റിംഗ് വീഡിയോ കണ്ടു. സോ സെക്കൻഡ് പോർട്ട് അല്ലെങ്കിൽ സെക്കൻഡ് വീഡിയോയിലൂടെ നമുക്ക് പോവാം. ഗൈസ് നിങ്ങൾക്ക് ഈ വ്യക്തിയെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിരിക്കും. ഈവൻ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് അറിഞ്ഞൂടെങ്കിലും നമ്മുടെ മലയാളത്തിലെ ബിഗ് ബോസ് എന്ന് പറയുന്ന സീസണിൽ വന്നിട്ടുണ്ട് പുള്ളിക്കാരി. അപ്പൊ പുള്ളിക്കാരി ഇപ്പൊ പറയുന്ന പാട്ടുകൾ കേട്ടോ ഗൈസ്. പുള്ളിക്കാരി സംസാരിക്കുന്ന പോലെ ഗൈസ്. ഇത് ഞാൻ പറഞ്ഞ ഇത് എന്റെ അവളെ നെഞ്ചത്ത് ഞാൻ പോവില്ല ഗൈസ്. ഇത് വേറൊരാള് പറയണം, ചപ്രി. സോ ചപ്രിയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ, ഞാൻ ചപ്രിയുടെ സ്ഥാനത്താണെങ്കിൽ ഇപ്പൊ ഞാൻ ഇരിക്കേണ്ട ഈ സ്ഥലത്ത് ചപ്രിയാണെങ്കിൽ അവളെ നെഞ്ചത്ത് പോവായിരുന്നു ഗൈസ്. ഗൈസ് ഞാൻ ചൊല്ലി എന്ന് ഞാൻ തമിഴില് നമ്മളെ കൊഞ്ചിക്കുന്നതിന്റെ കാര്യം പറയുന്നത് ചൊല്ലിയെന്നോ അങ്ങനെ എന്താണ് പറഞ്ഞു പാട്ടിൽ അങ്ങനെ പാട്ടുകൾ. പിന്നെ വേറൊരു കാര്യം ഞാൻ ഇതിൽ നോട്ട് ചെയ്തിട്ടുള്ളത് പുള്ളിക്കാരുടെ ഫിൽറ്റർ ഉണ്ട് ഗൈസ്. ഇതാണ് പുള്ളിക്കാരുടെ ഫിൽറ്റർ. എന്തിനാ വരുന്നത്? സ്വന്തം നിറം കാണിച്ചാ പോരെ, എന്തിനാണ് ഫിൽറ്റർ ഇട്ട്? ഓക്കെ ഗൈസ്, ഇനി നമ്മൾ ഫസ്റ്റ് കണ്ടു ഒരുത്തൻ്റെത്. അവന്റെ പേര് സൂരജ് എന്നാണ് ഇൻസ്റ്റ പ്രൊഫൈൽ കടന്നത്. സൂരജിൻ്റെത് കണ്ടു, ജാസ്മിന്റെ കണ്ടു. ഇനി അടുത്ത് ഇപ്പോഴും നമ്മുടെ ഇൻസ്റ്റഗ്രാം അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ ഡാൻസേഴ്സ്, അതുപോലെ തന്നെ പല പല പേരൊക്കെ ഉണ്ടല്ലോ ഗൈസ്. സോ അവരുടെ വീഡിയോയും കൂടി നമുക്ക് കണ്ടോ ഗൈസ്. സൈക്കിളിൽ ഇരിക്കണ മോൻ, പാവം അവൻ വായി വെച്ച് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുകയാണോ തോന്നുന്നു. പാവം സൈക്കിളിൽ പുള്ളിക്കാരനെ ഇതുവഴി പോകാൻ വേണ്ടി നിൽക്കിയപ്പോഴായിരിക്കും ഇവർ രണ്ടൊരു ഡാൻസ് കളിക്കുന്ന കണ്ട് പുള്ളിക്കാരൻ അവിടെ സൈക്കിൾ ഒതുക്കി. ഓൻ രണ്ടുങ്ങളും ആ ചെറുക്കനെ പറഞ്ഞ് വിട്ടിട്ട് കളിച്ചാ പോരായിരുന്നോ ഗൈസ്? പ്ലീസ് കമന്റ് ബിലോ. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? പപ്പയോ Papa? Wait a minute. Who are you? എന്താ കാണിക്കണേന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല ഗൈസ്. സോ എനിക്കൊന്നും പറയാൻ പറ്റില്ല ഗൈസ്. ടിക്ടോക്ക് പണ്ട് ഇവരെ ഓർമ്മ ഒന്നും ഇല്ല ഗൈസ്. പണ്ട് എന്തിനാണ് ടിക്ടോക്ക് എടുക്കണത്? ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യും, കുറച്ച് ഫോളോവേഴ്സ് കയറും. എന്തിനാ ഇനി അടുത്ത നമുക്ക് ഫോർത്ത് വീഡിയോയിലോട്ട് പോവാം. ഫോർത്ത് വീഡിയോ ഗൈസ്, ഒരു കൊച്ചു ചേർക്കാൻ വന്ന് ഒരു ചേട്ടനെ ചോദിക്കാണ്, ചേട്ടാ ബോംബ് ചോദിക്കാണ്. ആ ചേട്ടൻ നാടനാണോ മറ്റാണോ ചെയ്യണേ? ആ ചേട്ടന്റെ മുഖം ഇല്ല, ഈ കിണയന്റെ മുഖം മാത്രമേ ഉള്ളൂ അവിടെ. ചേട്ടന്റെ മുഖം ഇല്ല. അപ്പം ചേട്ടൻ ചോദിച്ചു നാടനാണോ മറ്റോ വേണോ ചോദിച്ചു. അപ്പൊ ഇവൻ പറഞ്ഞു മറ്റേ മതി. അതെ കണ്ണ് എക്സ്പ്രഷൻ കണ്ടില്ലേ? എടാ വല്ല സിനിമയ്ക്ക് അല്ലെങ്കിൽ ഓഡീഷന് പോടാ, ഓഡീഷന് പോയി രക്ഷപ്പെടറാ. ഞാൻ പറയുന്നടാ, നിന്റെ അടുത്ത് ഞാൻ പറയുന്നടാ, ഓഡീഷനിൽ പോയി രക്ഷപ്പെടറാ. അവൻ ഈ വീഡിയോ കാണുകയാണെങ്കിൽ
ഏത് ആരെന്നറിയുന്നോട്, അത് പണ്ടെടുത്തൊരു വീഡിയോ ആണ്. അവൻ്റെ ടിക്ടോക്ക് ID പ്രണവ് പ്രതീഷ് 46 എന്ന് പറയുന്നൊരു ID ആണ്. എടാ മോനെ, നീ എൻ്റെ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ ഞാൻ അപേക്ഷിച്ച് പറയാം, പോ ഓഡീഷൻ, നിന്റെ ആ സീറ്റ്, നിന്റെ ആ നിലവാരം ഞാൻ ഉച്ചരിക്കുന്നു. പോ. അല്ലാണ്ട് ഇവനെ പോലുള്ള ഇമാതിരി ബോംബ് വാങ്ങിച്ചിട്ട് പോയിട്ട് എന്തോലൊക്കെ ചെയ്യാനാടാ. ഹേ ഗായ്സ്, അപ്പം നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ടിക്ടോക്ക് വീഡിയോസ് ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത് ജാസ്മിനെയും പിന്നെ നിവേലിയും, ഇവർ രണ്ടുപേരെയാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത്. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലേക്ക് ചകന്ന് അടിച്ചു ഓടിക്കുക, എന്നാലും നോട്ടിഫിക്കേഷൻ ആണ് നിങ്ങൾ ലഭിക്കുള്ളൂ. അപ്പൊ ഗൈസ്, അടുത്തൊരു കാണുന്നത്